കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ UN-ൽ യഥാർത്ഥത്തിൽ അമ്മാനമാടുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ യഥാർത്ഥത്തിൽ നിർത്തിപ്പൊരിക്കുകയായിരുന്നു ജയശങ്കർ. നമുക്കറിയാം, ജയശങ്കർ യൂറോപ്യൻ രാജ്യങ്ങളെ പോലും നിർത്തിപ്പൊരിക്കുന്ന മനുഷ്യനാണ്. അപ്പോഴാണ് പാകിസ്ഥാൻ്റെ ഗതി പിന്നെ പറയേണ്ട ആവശ്യമില്ല. വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർ ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ 80ാമത് പൊതുസഭയെ അഭിസംബോധന ചെയ്താണ് സംസാരിച്ചത്. അതിൽ പഹൽഗാം ഭീകരാക്രമണം, ആ ഭീകരാക്രമണത്തിൻ്റെ വിഷയം അദ്ദേഹം ഉന്നയിച്ചു. ഇന്ത്യയുടെ അയൽരാജ്യം തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. പാകിസ്ഥാനിൽ തീവ്രവാദ സങ്കേതങ്ങൾ ഒരു ബിസിനസ് പോലെ വ്യാപിക്കുന്നു. തീവ്രവാദികളെ പരസ്യമായി പ്രശംസിക്കുന്നു എന്നാണ് ജയശങ്കർ പറഞ്ഞത്. ഭീകരതയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്നതിന് അതിനെതിരെ മുഴുവൻ ശക്തിയോടെയും സമ്മർദ്ദം വർദ്ധിപ്പിക്കണമെന്നും ജയശങ്കർ ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിച്ചു. ഈ അതുല്യ സംഘടന 80 വർഷം പൂർത്തിയാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം സ്ഥാപിക്കാനും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ആഹ്വാനം ചെയ്യുന്നു. ഓരോ മനുഷ്യൻ്റെയും അവകാശങ്ങളുടെയും അന്തസ്സിൻ്റെയും സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ആഹ്വാനം ചെയ്യുന്നു എന്നും നമുക്കറിയാം. എന്തായാലും ഐക്യരാഷ്ട്രസഭയെ പ്രശംസിച്ചുകൊണ്ട് ജയശങ്കർ ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമായതിനു ശേഷം വികസനത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും കൊളോണിയലിസം അവസാനിച്ചതോടെ ലോകത്തിലെ പ്രകൃതി വൈവിധ്യം തിരിച്ചു വന്നെന്നും അഭിപ്രായപ്പെടുകയുണ്ടായി. എന്തായാലും ജയശങ്കറിൻ്റെ ഈ വാക്കുകൾ ഇപ്പോൾ ലോകരാജ്യങ്ങൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.